ഹലോ, വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് 9th സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 2 പാർട്ട് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ വേഗം പോയി അത് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇത് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് കാണുമ്പം ചിലപ്പോൾ മനസ്സിലാവില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് പേര് നന്നായിട്ടുണ്ട്, നന്നായി മനസ്സിലാവുന്നുണ്ട് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബയോളജി ക്ലാസ്സസിന് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോ ആണ് ആക്ച്വലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് 9th സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട്. അപ്പം ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടും സന്തോഷം. എനിവേ, നമുക്കധികം പറയാണ്ട് അടുത്തത് പഠിക്കാം. അടുത്ത ടോപ്പിക്കാണ് മീസോലിത്തിക് ഏജ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചപ്പോൾ? പാലിയോലിത്തിക് ഏജ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അറിയാം. നമ്മളിപ്പോൾ പെർഫെക്റ്റ് ആണ്. പാലിയോലിത്തിക് ഏജ് ഏത് ചോദിച്ചാലും പറയില്ലേ? ഇല്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ലാസ്റ്റ് ചോദിക്കും. ഇപ്പം നമുക്ക് മീസോലിത്തിക് ഏജ് പഠിച്ചിട്ട് ബാക്കി പഠിക്കാം. അപ്പോൾ യൂട്യൂബായ പ്രധാന പ്രശ്നം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങൾ കമൻറ്റ് അയക്കുന്നത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കുറേ പേര് കമൻറ്റ് ചെയ്ത കാരണം അതെനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിലെ പ്രധാന പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായി ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് പഠിച്ച് കൂടെ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. മീസോലിത്തിക് ഏജ് നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു പ്രത്യേകത പറയും. അതിനുശേഷം മീസോലിത്തിക് എന്ന് പറഞ്ഞ വാക്ക് എവിടെ നിന്നാണ് എടുത്തത്, അതിൻ്റെ വാക്കിൻ്റെ മീനിങ് പറയും. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാൽ? ഓക്കെ, പാലിയോലിത്തിക്കിൻ്റെ പ്രധാന സവിശേഷത ഞാൻ ഓൾറെഡി പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അത് പാലിയോലിത്തിക് ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തായിരുന്നു? ആലോചിച്ച് നോക്കിയേ, എന്തായിരുന്നു? ദേ യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്. അതെ, റഫായിട്ടുള്ള സ്റ്റോൺ ടൂൾസാണ് പാലിയോലിത്തിക് ഏജിൽ അവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് മീസോലിത്തിക് പറഞ്ഞ് തുടങ്ങാം. അല്ലെങ്കിൽ കുറേ പറയും, നമുക്കിത് തീരില്ലല്ലോ. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, മീസോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോൺ ഏജിനെ എത്ര എണ്ണമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? നമ്മൾ ആദ്യം പഠിച്ചില്ലേ? ആ ചാർട്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ സ്റ്റോൺ ഏജിനെ 3 എണ്ണമായി തരംതിരിച്ചു അല്ലേ? ഏതൊക്കെയാണ്? പാലിയോലിത്തിക് ഏജ്, രണ്ടാമത്തത് മീസോലിത്തിക് ഏജ്, മൂന്നാമത്തത് നിയോലിത്തിക് ഏജ്. അപ്പോൾ നമ്മൾ ഈ പാലിയോലിത്തിക് ഏജിൽ നിന്ന് നിയോലിത്തിക് ഏജിലെത്താനേ ഏതിലൂടെ കടന്നു പോകണം? മീസോലിത്തിക് ഏജിലൂടെ കടന്നു പോകണ്ടേ? അപ്പോൾ ഈ പാലിയോലിത്തിക് ഏജിൽ നിന്ന് നിയോലിത്തിക് ഏജിലോട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ് എന്ത്? മീസോലിത്തിക് ഏജ്. സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ പാലിയോലിത്തിക് ഏജിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് വന്ന ഒരു മാറ്റമാണ് നിയോലിത്തിക് ഏജിലോട്ട് അവർക്കുള്ളൊരു ട്രാൻസിഷൻ ചേഞ്ച് എന്ന് നമ്മൾ പറയാം. ട്രാൻസിഷൻ ചേഞ്ച്. അപ്പോൾ ആ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ വാക്ക് കേട്ടാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. അവർക്ക് വന്ന മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തിനെ നമ്മൾ മീസോലിത്തിക് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ദി മീസോലിത്തിക് ഈസ് ദി സ്റ്റേജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം പാലിയോലിത്തിക് ടു നിയോലിത്തിക്. പാലിയോലിത്തിക് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് നിയോലിത്തിക്കിലോട്ട് ഉള്ള ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് മീസോലിത്തിക്. ക്ലിയർ? ഇനി നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം പഠിക്കാം. പാലിയോലിത്തിക് ഇല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്? പാലിയോലിത്തിക് ഏത് ഭാഷയിൽ നിന്നാണ് നമ്മൾ എടുത്തത് ആ വാക്ക്? ആലോചിക്ക്. ഏതാ? ഇംഗ്ലീഷാണോ? അല്ല അല്ലേ, ഗ്രീക്കാണ്. യെസ്, ഗ്രീക്ക് ഭാഷയാണ് പാലിയോലിത്തിക്. അതേപോലെ തന്നെ മീസോലിത്തിക്കും ഏത് ഭാഷയെത്തിയാണ്? ഗ്രീക്ക് ഭാഷയാണ് കേട്ടോ. ഇനി നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം പഠിക്കാം. മീസോസ് എന്ന് വെച്ചാൽ മിഡിൽ എന്നർത്ഥം. മിഡിൽ എന്നാണ് അർത്ഥം. മീസോസ് നടുക്കിൽ അല്ലേ? പാലിയോലിത്തിക്കിൻ്റെയും നിയോലിത്തിക്കിൻ്റെയും നടുക്കിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ മീസോസ് എന്ന് പറയും. മീസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം മിഡിൽ എന്നാണ്. ലിത്തോസ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ വട്ടം പഠിച്ചില്ലേ? ലിത്തോസ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? സ്റ്റോൺ. ക്ലിയർ? ഓക്കെ, ഇനി അവർ പറയുന്നത് ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കാൻ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാലിയോലിത്തിക്കിനെ പറ്റി പഠിച്ചു. പാലിയോലിത്തിക് ഏജിൽ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളെ പറ്റി പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മീസോലിത്തിക്കിലെ ആയുധങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് വ്യത്യാസം കണ്ടുപിടിച്ച് പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉത്തരം ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 2 പോയിന്റ്സ് ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പാലിയോലിത്തിക്കിൽ നമ്മളല്ല അവർ പാലിയോലിത്തിക്കിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെക്കാളും ഈ മീസോലിത്തിക് ഏജിലെത്തിയപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ചെറുതായി അല്ലേ, സ്മോളർ ടൂൾസ് ആയില്ലേ. യെസ്, ദീസ് ആർ സ്മോളർ ടൂൾസ് ദാൻ ദി വൺസ് യൂസ്ഡ് ഇൻ പാലിയോലിത്തിക് ഏജ്. നമ്മൾ പാലിയോലിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്ന ഈ ആയുധങ്ങളെക്കാളും കുഞ്ഞേ ആയുധങ്ങളാണ് നമ്മൾ മീസോലിത്തിക് ഏജിലെത്തിയപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ദിസ് ഈസ് ദി പീരീഡ് വെൻ മൈക്രോ ലിത്ത് വർ യൂസ്ഡ്. മൈക്രോ ലിത്ത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ അതേ പോയിന്റ്, കുഞ്ഞിയ ടൂളുകൾ, വളരെ കുഞ്ഞിയ ടൂൾസിനെയാണ് നമ്മൾ മൈക്രോ ലിത്തുകൾ എന്ന് പറയാം. ലിത്ത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് ഞാൻ പറഞ്ഞേ? സ്റ്റോൺ, വേറെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ലിത്ത് സ്റ്റോൺ ആണ്. അപ്പോൾ മൈക്രോ എന്ന് വെച്ചാൽ എന്താ? കുഞ്ഞിയത്, കുഞ്ഞിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ ഈ പറഞ്ഞ മീസോലിത്തിക് ഏജിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 പോയിന്റ്സും പഠിച്ചു കേട്ടാ. ഒന്നുകൂടെ ഞാൻ പറയണോ? വേണ്ട അല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് മനസ്സിലാക്കുക. നമ്മൾ പാലിയോലിത്തിക് ഏജിൽ കണ്ട ആയുധങ്ങളല്ല ഇവിടെ നമ്മൾ കാണുന്നത്. അതിനൊരു കുഞ്ഞേയൊരു വ്യത്യാസമുണ്ട്. അവിടെ ഭയങ്കര വലിയ ആയുധങ്ങളായിരുന്നു. പക്ഷെ മീസോലിത്തിക്ക് വന്നപ്പോൾ ഇവിടെ എന്താണ്? കുഞ്ഞു കുഞ്ഞേ ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ പറയുന്നില്ല. ഈ 2 പോയിന്റ്സ് ഏറെക്കുറെ സെയിം കാര്യങ്ങളാണ് പറയുന്നത്. പഠിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിൽ ഇതവിടെ എടുക്കുകയെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എക്സാമിൻ്റെ സമയമാകുമ്പോൾ പഠിക്കാൻ നടക്കില്ല. ഇപ്പോഴേ പഠിച്ചു പോയേ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇക്കൊല്ലം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴേ ഡെയിലി എടുക്കുന്നത് പഠിച്ചു പോയാൽ നമുക്ക് നല്ല സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ മെൻഷൻഡ് ദാറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ബിഗാൻ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് പാലിയോലിത്തിക് പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, അതെന്തിനാ? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. അതുപോലെ തന്നെ നമ്മളൊക്കെ എന്തിനാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനോ, അല്ലെങ്കിൽ എന്തിനാ വർത്താനം പറയുന്നത്? സ്വയം ഇരുന്ന് ആലോചിക്കാം. എനിവേ, എന്താ പറയുക, അപ്പോൾ ഈ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ച പാലിയോലിത്തിക് ഏജിൻ്റെ അവസാനമൊക്കെ എത്തിയപ്പോഴാണ് ഈ പറഞ്ഞ ഐഡിയ അവർക്ക് വന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഞാനിങ്ങനെ പുറത്ത് കൂടെ നടക്കുകയായിരുന്നു. ഇപ്പോഴല്ല, പാലിയോലിത്തിക് ഏജിലുള്ള ഞാൻ. ഓക്കെ, അപ്പോൾ നടക്കുന്ന സമയത്ത് ഞാനൊരു മൃഗത്തിനെ കണ്ടു. എനിക്കത് വീട്ടിൽ വന്നിട്ട് പറയണം, വീട്ടിലല്ല എൻ്റെ ഗുഹയിൽ വന്ന് പറയണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ആ ഗുഹയിൽ ഞാനത് വരച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഗുഹയിലുള്ളവർക്ക് മനസ്സിലായി, ഇവിടെ ആ മൃഗത്തിനെ കണ്ടിട്ടാണ് പറഞ്ഞത് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ പണ്ടുള്ള ഈ പറഞ്ഞ പാലിയോലിത്തിക് ഏജിൻ്റെ അവസാനമൊക്കെ എത്തിയപ്പോൾ ആളുകൾ എന്ത് ചെയ്തിരുന്നു? ഇതേപോലെ കേവിൽ പെയിൻറ്റിംഗ് ഒക്കെ അടിച്ച് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറയുന്ന സെൻറ്റൻസ്. പക്ഷേ ഇന്ത്യയിൽ അന്ന് കാലത്തുണ്ടായിരുന്ന ആൾക്കാർ പാലിയോലിത്തിക് ഏജിൻ്റെ അവസാനം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവരെപ്പോഴാണ് തുടങ്ങിയത്? ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മീസോലിത്തിക് ഏജ് ആയപ്പോഴാണ് അവർക്ക് ഇതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ഒരുപാട് തെളിവുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? ഈ എക്സാമ്പിൾസ് പഠിക്കണേ. ഈ എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലെ 3 സ്ഥലങ്ങളിൽ, 3 ഗുഹകളിൽ നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 സ്ഥലങ്ങൾ എന്ന് പഠിക്കണം. ഭീംബെട്ക, ലഖജൂർ, കെത്തോഷ്യ. അത് ഏതാണ്? മധ്യപ്രദേശിലെ 3 സ്ഥലങ്ങളാണ്. ഭീംബെട്ക, ആ സ്ഥലപ്പേര് കഴിഞ്ഞ കൊല്ലം കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ഭീംബെട്ക, ലഖജൂർ, കെത്തോഷ്യ. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ പഠിക്കണം, എഴുതി പഠിക്കണം. സ്പെല്ലിങ് കിട്ടണം, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എഴുത്ത് പരീക്ഷയില്ലേ. അപ്പോൾ എനിവേ ഇത് പഠിക്കണേ. ഇനി നമ്മൾ കണ്ടുപിടിച്ച ആ എവിഡൻസസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭീംബെട്കയിൽ കണ്ടുപിടിച്ചതും
ലഗജോറിൽ നമ്മൾ കണ്ടുപിടിച്ച കുറേ ഇങ്ങനെയൊക്കെ പിക്ചേഴ്സാണ് നമ്മൾക്ക് ആ കേവിൽ നിന്ന് കിട്ടിയത്. ടെക്സ്റ്റ് ബുക്ക് നോക്കി നോക്കിയേ. അടുത്ത പേജിൽ ഇതിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ എബവ് ആൻഡ് ലിസ്റ്റഡ് ഡൗൺ ദി ആക്ടിവിറ്റീസ് ഡെപ്പിക്റ്റഡ് ഇൻ ദം. ഈ പിക്ചേഴ്സിൽ നിങ്ങൾ നോക്കിയിട്ട് അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്ന് എഴുതണം. എന്തൊക്കെയാണ് നിങ്ങൾക്കത് കണ്ടിട്ട് തോന്നണേ? കുറേ ഫിഷിങ് ചെയ്യുന്നത്, ഓൾറെഡി ഒരു ഹണ്ടിങ് എഴുതി, വേട്ടയാടാൻ പോകുന്ന ഒരു പിക്ചർ നമ്മൾ കണ്ടു, ഫിഷിങ് ചെയ്യുന്നത് കണ്ടു, അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്തുന്ന കുറച്ച് പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരെന്തൊക്കെയോ ഡാൻസ് ഒക്കെ കളിക്കുന്ന പോലെ കുറച്ച് പിക്ചേഴ്സ് കാണാം. പിന്നെ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ചെറുതായി സ്റ്റാർട്ട് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയോ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഈ പോയിന്റ്സിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തത് പറയുന്നത് മീസോലിത്തിക്കിലെ ദ വേസ് ഓഫ് ലൈഫ് ഓഫ് മീസോലിത്തിക് ഹ്യൂമൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദീസ് പിക്ചേഴ്സ് അല്ലേ. ഈ പിക്ചേഴ്സ് എല്ലാം കണ്ടപ്പോൾ നമുക്ക് അന്നത്തെ കാലഘട്ടത്ത്, ഏത് കാലഘട്ടത്ത്, മീസോലിത്തിക് ഏജിൻ്റെ സമയത്ത് മനുഷ്യന്മാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത ശൈലികൾ എന്താണെന്ന് നമുക്ക് ഒരുവിധമൊക്കെ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാലിയോലിത്തിക് ഏജിൻ്റെ സവിശേഷതകൾ പഠിച്ച പോലെ അടുത്തത് പഠിക്കാൻ പോവാണ്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മീസോലിത്തിക് ഏജ്. മീസോലിത്തിക് ഏജിൻ്റെ സവിശേഷതകളാണ്. 5 പോയിന്റ്സ് നമുക്ക് പഠിക്കണം, പഠിച്ചേ പറ്റൂ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഫസ്റ്റ് പോയിന്റ് വായിക്കുക. യൂസ് ഓഫ് മൈക്രോലിത്സ് ഓർ വെരി സ്മോൾ സ്റ്റോൺ ടൂൾസ്. അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്, നമുക്ക് മീസോലിത്തിക് എന്ന് കേട്ടാൽ ആദ്യം എന്ത് ഓർമ്മ വരണം? അവർ കുഞ്ഞ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ഓർമ്മ വരണം. മീസോലിത്തിക് എന്നായിട്ട് എന്ത് ഓർമ്മ വരണം? ആദ്യം അവർ കുഞ്ഞേ ടൂൾസ് ആണ്. എന്തുകൊണ്ടുള്ള ടൂൾസ്? സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ഓർമ്മ വരൂലേ ഇനി? കുഞ്ഞേ ടൂൾസ് എന്നെ കുറച്ചുകൂടി നന്നായി പറയുകയാണെങ്കിൽ മൈക്രോലിത്ത് എന്ന് പറയാം. എന്താണ്? യൂസ് ഓഫ് മൈക്രോലിത്ത് ആണ് ഉപയോഗിച്ചിരുന്നത്. യൂസ് ഓഫ് മൈക്രോലിത്ത് ഓർ വെരി സ്മോൾ സ്റ്റോൺ ടൂൾസ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ പോയിന്റ് ആണ്, ആദ്യമൊക്കെ അവരെന്താ ചെയ്തിരുന്നത്? ഫുഡ് കഴിക്കാൻ വേണ്ടി എന്താ ചെയ്തിരുന്നത്? അവർ വേട്ടയാടിയിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പാലിയോലിത്തിക് ഏജിൽ അവർ വേട്ടയാടിയിരുന്നു. പക്ഷേ ഇവിടെ വേട്ടയാടലും ശേഖരിക്കലും മാത്രമല്ല, അവരെന്തുകൊണ്ട് ചെയ്തു തുടങ്ങി? ഫിഷിങ് കൂടെ ചെയ്തു തുടങ്ങി. ഓക്കെ, അപ്പം അതാ ഒരു വ്യത്യാസമാണ്. ലീവ്ലിഹുഡ് എന്ന് വെച്ചാൽ എന്താ? അവർ ജീവിതമാർഗം ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും മാത്രമല്ല എന്തുകൊണ്ട് ചെയ്തു തുടങ്ങി? ഫിഷിങ്ങും ചെയ്തു തുടങ്ങി. അപ്പം 2 പോയിന്റ് പഠിച്ചേ. മൂന്നാമത്തെ പോയിന്റ് ആണ്, അവരെ ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നതിന് കുറച്ച് തെളിവുകൾ കിട്ടി. എന്താണ് ഡൊമസ്റ്റിക്കേഷൻ? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളെ വീട്ടിൽ വെച്ച് വളർത്താൻ തുടങ്ങിയെന്ന്. മൃഗങ്ങൾ എന്ന് പറയുമ്പം ഈ നായ മാത്രമല്ല, പശു ആവാം, ഷീപ്പാവാം, അങ്ങനെയൊക്കെ അവർ വീട്ടിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് വളർത്താനായിട്ട് തുടങ്ങി. ഓക്കെ, അടുത്തതാണ് അമ്യൂസ്മെൻറ്റ്സ്. അമ്യൂസ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ അവർക്ക് നേരം പോക്കിന് വേണ്ടിയിട്ട് ഡാൻസോ പാട്ടോ ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. 5ാമത്തെ പോയിന്റ് ആണ്, എന്താണ് വായിച്ചേ? ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജെൻഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഏജിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ആണുങ്ങൾക്കൊരു ജോലി, പെണ്ണുങ്ങൾക്കൊരു ജോലി, അങ്ങനെ അവരെ തരംതിരിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വെച്ചാൽ ജോലി, ഡിവിഷൻ എന്ന് വെച്ചാൽ തരംതിരിച്ചു. എന്തിൻ്റെ ബേസിസിൽ? ആൺ പെൺ വ്യത്യാസത്തിൻ്റെ ബേസിസിൽ അവർ ഈ ലേബർ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ടേബിളിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മീസോലിത്തിക് സെൻറ്റേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാലിയോലിത്തിക് സെൻറ്റേഴ്സ് പഠിച്ചില്ലേ, നമ്മൾ ഫ്രാൻസിലും സ്പെയിനിലൊക്കെ. അതേപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ സെൻറ്റേഴ്സിലെ ഒന്നാമത്തെ നോക്കാം. സ്റ്റാർ കാർ. അത് ഏത് സെൻറ്ററാണ്? മീസോലിത്തിക് സെൻറ്ററാണ്. അത് എവിടെയാണ് കാണുന്നത്? ഇംഗ്ലണ്ടിൽ. ഓക്കെ, അപ്പം ഇംഗ്ലണ്ടിലുള്ള സ്റ്റാർ കാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഒന്നാമത്തെ മീസോലിത്തിക് സെൻറ്റർ.
ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. സ്റ്റാർ കാർ എന്താണ്? നിങ്ങൾ വിചാരിക്കും അത് പാലിയോലിത്തിക് ഏജ് സെൻറ്റർ ആണോ? അല്ല അല്ലേ? ഏത് സെൻറ്ററാണ്? മീസോലിത്തിക് സെൻറ്റർ തന്നെയാണ്. അപ്പം അത് കൺഫ്യൂഷനൊന്നും അടിക്കാണ്ട് പഠിക്കണം. അപ്പം സ്റ്റാർ കാർ എന്ന് പറയുന്നത് ഏത് സെൻറ്ററാണ്? മീസോലിത്തിക്കിൻ്റെ ഒരു തെളിവൊക്കെ കിട്ടിയിട്ടുള്ള, അവിടെ മീസോലിത്തിക് ഏജിലെ ആൾക്കാർ അവിടെ താമസിച്ചിരുന്നു നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്റ്റാർ കാർ. അത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് കാണുന്നത്. അടുത്ത സ്ഥലമാണ് ഫഹീൻ കേവ്. ഒരു ഗുഹയാണ് ഫഹീൻ കേവ്. അതെവിടെയാണ് കാണുന്നത്? ശ്രീലങ്കയിൽ. മൂന്നാമത്തെയാണ് സാറായ് നഹർ റായ് എന്ന് പറഞ്ഞ സ്ഥലം. അത് ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതെവിടെയാണ്? ഇന്ത്യയിലാണ് അല്ലേ? ഇന്ത്യയിലെ ഉത്തർപ്രദേശിലാണ് നമുക്ക് സാറായ് നഹർ റായ് എന്ന് പറയുന്ന മീസോലിത്തിക് സെന്റർ ഉള്ളത്. അവിടെ മീസോലിത്തിക് കാലഘട്ടത്തിൽ ആളുകൾ ജീവിച്ചിരുന്നു. അതിന് തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇത് കാണുമ്പം ടെൻഷനൊന്നും ആവണ്ട, പഠിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഓരോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിലെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ആദ്യത്തെ വീഡിയോ അപ്പം തന്നെ പഠിക്കണം. അല്ലെങ്കിൽ പിറ്റേ ദിവസം പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അപ്പോൾ പിറ്റേ ദിവസം വീഡിയോ ഇടുമ്പോൾ അതും നമുക്ക് ഒരുപാട് പഠിക്കാനാവും. അപ്പോൾ പഠിക്കാൻ തോന്നില്ല. കുറച്ചിന് കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറന്നിട്ടേ ഉള്ളൂ. മടിയൊക്കെ മാറ്റി വെച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള മീസോലിത്തിക് സെൻറ്റേഴ്സിലെ ആദ്യം ഏതാ പഠിച്ചത്? നമ്മൾ സ്റ്റാർ കാർ അല്ലേ? അതിനെ പറ്റി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ബോക്സ് തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും വിഷമമൊന്നും വിചാരിക്കണമെന്ന് വെച്ചിട്ടേ, കുറച്ച് നന്നായി പഠിച്ചോട്ടെ പിള്ളേരെന്ന് വെച്ചിട്ട് ഒരു വലിയൊരു ബോക്സിൽ പിക്ചേഴ്സ് അടക്കം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പേര് വായിച്ചേ, സ്റ്റാർ കാർ അല്ലേ? യൂറോപ്പിലുള്ള, എവിടെയാണ് നമ്മൾ കണ്ടത്? ഇംഗ്ലണ്ട് എവിടെയാ? യൂറോപ്പ്. ഓക്കെ, യൂറോപ്പിലുള്ള ഒരു മീസോലിത്തിക് സെന്റർ ആണ് നമ്മുടെ സ്റ്റാർ കാർ. അപ്പം അതിനെ പറ്റി പഠിക്കാം. ഇറ്റ് ഈസ് എ മീസോലിത്തിക് ഓപ്പൺ എയർ സെറ്റിൽമെന്റ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത്. നോർത്ത് ഈസ്റ്റ് ഒക്കെ എവിടെയാണെന്ന് അറിയില്ലേ? അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റാർ കാർ കാണുന്നത്. The main attraction of this site is the presence of organic remains. അപ്പോൾ ഓർഗാനിക് റിമെയിൻസ് എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചിട്ടു അല്ലേ? കുഴിച്ചിട്ട് അവിടെ കുറേ നാൾക്ക് ശേഷം നമ്മളെല്ലാവരും മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അപ്പം ആ സമയത്ത് ജീവിക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ കുഴിച്ചു നോക്കുമ്പം, അല്ലെങ്കിൽ അവർ മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം അവിടെ മുൻപ് ഒരാളെ കുഴിച്ചിട്ടതിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓർഗാനിക് ആയിട്ടുള്ള സംഭവം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ മൃഗങ്ങൾ ജീവിച്ചിരുന്നു. മനുഷ്യന്മാർ മാത്രമല്ല, അവിടെ ആനിമൽസ് ആവാം, എന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ, അപ്പം അത് അവിടെ നിന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സ്റ്റാർ കാറിൻ്റെ. അപ്പം സ്റ്റാർ കാറിൽ എന്തായാലും ഈ പറഞ്ഞ മീസോലിത്തിക് ഏജിൽ അവിടെ ആൾതാമസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ്? അവിടെ ഈ പറഞ്ഞ ഓർഗാനിക് റിമെയിൻസ് ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് മരിച്ചുപോയ ആളുകളുടെ അവർ അഴുകി ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ഇതേപോലെ അവിടെ ഹ്യൂമൻസ് താമസിച്ചിരുന്നു നമുക്ക് മനസ്സിലായത്. അപ്പം അതാണ് ആ ഒരു സ്റ്റാർ കാർ എന്ന് പറയുന്ന സ്ഥലത്തിന് ഇമ്പോർട്ടൻസ് വരാൻ കാരണം അതാണ്. ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബോൺസ് വെർ ഓൾസോ ഫൗണ്ട് ഹിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുകൾ കൊണ്ടും അതുപോലെ തന്നെ എല്ലുകൾ കൊണ്ടൊക്കെ അവരെന്തുണ്ടാക്കിയിട്ടുണ്ട്? ഓരോ ആയുധങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. എവിഡൻസസ് ഓഫ് ഏർലി കാർപ്പൻട്രി ഹാവ് ഓൾസോ ബീൻ ഫൗണ്ട് ഹിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർപ്പൻട്രി എന്ന് വെച്ചാൽ എന്താ? മരപ്പണി അല്ലേ? അപ്പം അതൊക്കെ അവർ അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തെളിവ് നമുക്ക് അവിടുന്ന് കിട്ടി. ഇറ്റ് ഈസ് ബിലീവ്ഡ് that early humans used this area as a temporary settlement. അവരവിടെ സ്ഥിരതാമസം എന്നല്ലായിരുന്നു, ഒരു താൽക്കാലിക വാസമായിരുന്നു എന്നാണ് നമുക്ക് അവിടെ പഠിച്ചപ്പം അവിടെയൊക്കെ പോയി ആർക്കിയോളജിസ്റ്റുകൾ, ഇതിനെപ്പറ്റി പഠിക്കുന്ന ആൾക്കാരെന്താ പറയുക? ആർക്കിയോളജിസ്റ്റുകൾ എന്നാണ്. അപ്പം അവർ അവിടെ പോയി പഠിച്ചപ്പം അവർക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എങ്ങനെ മനസ്സിലായി? അവർ സ്ഥിരതാമസം എന്നല്ലായിരുന്നു, താൽക്കാലിക വാസത്തിനാണ് അവർ ഈ പറഞ്ഞ സ്റ്റാർ കാർ എന്ന് പറയുന്ന സ്ഥലം ഉപയോഗിച്ചിരുന്നത്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്തത് പഠിക്കാം. യെസ്,
അടുത്തത് നമ്മൾ മൂന്നാമത്തെ പഠിച്ച സ്ഥലമാണ് സാറായ് നഹർ ഹായ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ, ഇന്ത്യയിലെ ഉത്തർപ്രദേശിലാണ്. നമ്മൾ ഓൾറെഡി അപ്പുറത്തെ പേജിലെ നേരത്തെ പഠിച്ചതാണ് ഒരു ബോക്സിലുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് വായിക്കാം. സാറായ് നഹർ റായ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ഓക്സ്ബൗ ലേക്ക് ഇൻ ദി പ്രതാപ് നഗർ ഡിസ്ട്രിക്ട് ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഒരു ജില്ലയാണ് ഏത്? പ്രതാപ് നഗർ. നമ്മൾ തൃശ്ശൂര്, കൊല്ലം അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ജില്ലയാണ് പ്രതാപ് നഗർ. ഓക്കെ, എവിടെയാണ്? കേരളത്തിലാണോ? അല്ല, എവിടെയാണ്? ഉത്തർപ്രദേശിൽ. യെസ്, ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിന്റെ പേരാണ് ഓക്സ്ബൗ. യെസ്, ആ ഓക്സ്ബൗവിന്റെ തീരങ്ങളിലാണ് നമ്മൾ ഈ പറഞ്ഞ സാറായ് നഹർ റായ് എന്ന് പറയുന്ന നമ്മുടെ മീസോലിത്തിക് സൈറ്റ് ഉള്ളത്. എങ്ങനെയാണ് അവിടെ മീസോലിത്തിക് സൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഓൾറെഡി. ആ സ്ഥലത്ത് നിന്ന് എന്ത് കിട്ടി നമുക്ക്? ആ സമയത്തെ തെളിവുകൾ കിട്ടി. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി അവിടെ മീസോലിത്തിക് ഏജിലുള്ള മനുഷ്യന്മാരുടെ വാസമുണ്ടായിരുന്നു, അവരവിടെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു മീസോലിത്തിക് സെന്റർ അഥവാ സൈറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. അടുത്ത സെന്റൻസ് വായിക്കാം. മൈക്രോലിത്ത്, അതല്ലേ മീസോലിത്തിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ? കുഞ്ഞു കുഞ്ഞേ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്? എ മേജർ ഫീച്ചർ ഓഫ് ദ മീസോലിത്തിക് കൾച്ചർ പീരീഡ് ഹാവ് ബീൻ ഫൗണ്ട് ഹിയർ. അവിടുന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദ ടോൾ ഹ്യൂമൻ ബോൺസ് ഫൗണ്ട് ഹിയർ ആർ സിഗ്നിഫിക്കൻറ്റ് ആർക്കിയോളജിസ്റ്റ് എവിഡൻസ്. അവിടുന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു വലിയ ഹ്യൂമൻ ബോൺ, വലിയ മനുഷ്യന്റെ എല്ല് കൊണ്ട് വലിയ മനുഷ്യന്റെ എല്ലും നമുക്ക് അവിടുന്ന് തെളിവായിട്ട് കിട്ടി. അപ്പൊ എന്തായാലും അവിടെ മനുഷ്യന്മാർ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ആ എല്ല് കിട്ടിയപ്പോൾ ആർക്കിയോളജിസ്റ്റ് ഇതിനെ പറ്റി പഠിക്കുന്ന ആൾക്കാർ എന്ത് പറഞ്ഞു? അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആണുങ്ങളുടെ ഹൈറ്റ് 180 സെന്റിമീറ്ററും പെണ്ണുങ്ങളുടെ ഹൈറ്റ് 170 സെന്റിമീറ്ററുമാണ് എന്ന് അവർ ആ എല്ലിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തു. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ബോസ് ആൻഡ് ആരോസ് വെർ യൂസ്ഡ് ഫോർ ഹണ്ടിങ്. അപ്പൊ അവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു എന്താണ്? അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ സാറായ് നഹർ റായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്ന മീസോലിത്തിക് ഏജിൽ ഉണ്ടായിരുന്ന ആദിമ മനുഷ്യന്മാരെ അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ചാണ് വേട്ടയാടിയിരുന്നത് എന്ന് അവർ പറഞ്ഞു. ദർ ഈസ് എവിഡൻസ് ടു ഷോ ദാറ്റ് സീഡ്സ് വെർ കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ്. അവിടെ ധാരാളം വിത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷിച്ചു വെച്ചിട്ടതിന്റെ തെളിവുണ്ട്. ആൻഡ് ആനിമൽസ് ഹൈഡ് വാസ് യൂസ്ഡ് ആസ് ക്ലോത്തിങ്. അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ തോലൊക്കെ ഇല്ലേ, അത് ഉപയോഗിച്ച് അവരെ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നു. അതിനും എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി മീസോലിത്തിക് ഏജ് അവിടെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. പാലിയോലിത്തിക് ഏജും മീസോലിത്തിക് ഏജും തമ്മിലുള്ള അന്നത്തെ കാലത്തുണ്ടായിരുന്ന മനുഷ്യന്മാരുടെ ജീവിതശൈലി വ്യത്യാസമില്ലേ? ഉണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാനാ പറയുന്നത്? ഡിഫറൻസ്, മാറ്റങ്ങളും അതിന്റെ പ്രത്യേകതകളും ഒക്കെ കണ്ടുപിടിച്ച് നോട്ട് തയ്യാറാക്കുക. അത് പഠിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. പഠിക്കണേ. അപ്പൊ ഈ പാലിയോലിത്തിക് ഏജും ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മീസോലിത്തിക് ഏജും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് രണ്ടും നല്ല വൃത്തിയായി പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്തതൊക്കെ പഠിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി ബയോളജി ക്ലാസ്സിനെ പറ്റി പറഞ്ഞു അല്ലേ. ബയോളജി ക്ലാസ് അടുത്ത മാസം ആദ്യമൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാനിവിടെ നമ്പർ കൊടുക്കാം. അപ്പം ആ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമുക്ക് ഫീസ് വരുന്നത് 99 റുപ്പീസാണ് കേട്ടോ, 99 രൂപയാണ്. ഇപ്പം അതും നമുക്ക് അത് മാസമാണ്. ഇപ്പം അത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കാം. ഓക്കെ. എനിവേ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മെസ്സേജ് അയക്കണം. അപ്പം ഞാൻ രജിസ്റ്റർ ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത മാസം ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും ഒക്കെ ആയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഇന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിൽ ഇടുന്ന ക്ലാസ് അപ്പം നിങ്ങൾക്ക് കയറി കാണാം. അപ്പം ഞാൻ ഈ ലിങ്ക് ഞാൻ അതിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല, വൈകൊക്കെ ചെയ്യും. അപ്പം അത് വേണ്ടല്ലോ, ഞാൻ അതിൽ ഷെയർ ചെയ്തിടാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ എന്തായാലും ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം അതിൽ കയറി ജോയിൻ ചെയ്യാം.
പിന്നെ ബയോളജി ക്ലാസ്സിന് മറക്കണ്ട, ഞാനിവിടെ നമ്പർ കൊടുക്കാം, അതിൽ വിളിക്കാം, ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം അടുത്ത ക്ലാസ് നമ്മൾ നിയോളിത്തിക് ഏജും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പഠിക്കും. നമുക്ക് കുറച്ചായി പഠിക്കാമെന്ന് വെച്ചിട്ടാണ്. നമ്മൾ എല്ലാം കൂടെ വേഗം എടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് പഠിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഒരുപാട് പേര് പറഞ്ഞു. സന്തോഷം. ഓക്കെ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത ക്ലാസ് ആയിട്ട് നാളെ വരാം. ടാറ്റാ.